ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19ാം സ്ഥാനത്ത്, ഡൽഹിയാണ് 1ാം സ്ഥാനത്ത്. അപ്പോൾ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19ാം സ്ഥാനത്താണ്, ഡൽഹിയാണ് 1ാം സ്ഥാനത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, കടലിൻ്റെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള കടൽ തീരത്തെ പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. കടലിൻ്റെ തീരത്തെ പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. അടുത്ത ക്വസ്റ്റ്യൻ, നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം ലഭിച്ചത് മനിക വിശ്വകർമ്മയാണ്, രാജസ്ഥാൻ സ്വദേശിയാണ്. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം ലഭിച്ചത് മനിക വിശ്വകർമ്മയാണ്, രാജസ്ഥാൻ സ്വദേശിയാണ്. അപ്പം PSC ബുള്ളറ്റിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19ാം സ്ഥാനത്ത്, ഡൽഹിയാണ് 1ാം സ്ഥാനത്ത്. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന സ്ഥലത്താണ്. 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം ലഭിച്ചത് മനിക വിശ്വകർമ്മയാണ്, രാജസ്ഥാൻ സ്വദേശിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത് കേരളമാണ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത് കേരളമാണ്. രാജ്യത്തെ ആദ്യ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി മാറിയത് കാട്ടാക്കട പഞ്ചായത്താണ്. രാജ്യത്തെ ആദ്യ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി മാറിയത് കാട്ടാക്കട പഞ്ചായത്താണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഏതാണ്? ഡൽഹി നിയമസഭയാണ്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള C അച്യുതമേനോൻ പുരസ്കാരം ലഭിച്ചത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള C അച്യുതമേനോൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് കർഷകോത്തമ പുരസ്കാരം. മികച്ച കർഷകന് കൊടുക്കുന്ന കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് നല്ലേപ്പള്ളി CJ സ്കറിയാപ്പിള്ളയ്ക്കാണ്. പാലക്കാട് ജില്ലയിലെ കർഷകനാണ്. ഇപ്പം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത് കേരളമാണ്. രാജ്യത്തെ ആദ്യ IoT പഞ്ചായത്തായി മാറിയത് കാട്ടാക്കട പഞ്ചായത്താണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള C അച്യുതമേനോൻ പുരസ്കാരം ലഭിച്ചത് വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ്. കർഷകോത്തമ പുരസ്കാരം നല്ലേപ്പള്ളി CJ സ്കറിയാപ്പിള്ളയ്ക്കാണ്. മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ പുരസ്കാരം ലഭിച്ചത് മലപ്പുറം താനാളൂർ കൃഷിഭവനാണ്. മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ പുരസ്കാരം ലഭിച്ചത് മലപ്പുറം താനാളൂർ കൃഷിഭവനാണ്. മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് PN പണിക്കർ പുരസ്കാരം. PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പുനലൂർ സോമരാജനാണ്. PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പുനലൂർ സോമരാജൻ. അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം. പ്രശസ്ത നാടൻ പാട്ടുകാരിയായ പ്രസീത ചാലക്കുടിക്കാണ് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത്. നാടൻ പാട്ടുകാരി പ്രസീത ചാലക്കുടിക്കാണ് അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ചത്. അത് ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് എവിടെയാണ്? ചൈനയിലെ ബെയ്ജിങ്ങിലാണ് നടന്നത്. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്